അങ്ങനെ പാർട്ട് 2ലേക്ക് വന്നിരിക്കുകയാണ്. അടുത്തതായിട്ട് ഗ്ലോബൽ വില്ലേജിലേക്കാണ് പോകുന്നത്. അതും കാറിൽ തന്നെയായിരുന്നു. ഇവിടെ നമ്മൾ മൂന്നാമത്തെ വട്ടമായിരിക്കും ജോബിച്ചപ്പോൾ പോകുന്നത്. ഞാൻ പോയിട്ടുള്ള 2 വർഷം ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു. 2023 2024 നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2025 3 വർഷം അടുപ്പിച്ച് പോയെന്ന് പറയാം. നമ്മൾ പോയിട്ടുള്ളത് ബസ്സിലാണ്. ബസ്സിൽ ഡയറക്റ്റ് ബസ് സർവീസ് ഉണ്ടായിരിക്കും. റേറ്റും കുറച്ച് കുറവായിരിക്കും. ടൂറിസ്റ്റ് സ്പോട്ടാണല്ലോ. അപ്പോൾ നമ്മൾ അൽ റാഷിദിയെന്ന് നേരിട്ട് ഗ്ലോബൽ വില്ലേജിലേക്കുള്ള ബസ് സർവീസസ് അവൈലബിൾ ആണ്. പുറമേ നിന്ന് കാണുന്ന സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ സെയിം തന്നെയായിരുന്നു കേട്ടോ. ഇതിൻ്റെ അതേ കൺസ്ട്രക്ഷൻ വർക്ക് തന്നെയായിരുന്നു അന്നും. ഈ ഗേറ്റ് എൻട്രി പോയിന്റ് എക്സിറ്റിംഗ് പോയിന്റ് വരുന്നത് ഈ അറ്റത്താണ്. അതിൽ വ്യത്യാസമൊന്നുമില്ല. രാത്രിയാകുമ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കാണുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ടായിരിക്കും. പല കളറിലുള്ള നമ്മുടെ നാട്ടിലെ പെരുന്നാളിന് പന്തലൊക്കെ ഇടുന്ന പോലെ പല കളറിലുള്ളത് മാറി മാറി വന്ന് പോകും. അങ്ങനെ ഇതിനോട്ട് ഉള്ളിലേക്ക് ഒരു ലോകം തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കാറിലായതുകൊണ്ട് തന്നെ കാറ് പാർക്ക് ചെയ്തിട്ട് കുറച്ചധികം നടക്കാനുണ്ട്. ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന തിരക്കാണ് ഈ കാണുന്നത്. എന്നെ ആയിട്ട് പോകുമ്പോൾ ജോബിച്ചിട്ട് എൻ്റെ കൈ വിടാറില്ല. കാരണം നമ്മുടെ നാട്ടിലെ പോലെ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അസല് പെനാൽറ്റിയും ഫൈനൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ കുറച്ചധികം പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. വീടിന് പുറത്ത് ഇറങ്ങുകയാണെങ്കിൽ ജോബിച്ച് എപ്പോഴും എൻ്റെ കൈ പിടിച്ചിട്ടായിരിക്കും നടക്കുക. കാരണം ഞാനൊരു അന്തവും കുന്തവും ഇല്ലാതെ നടന്നു കഴിഞ്ഞാൽ ഒടുക്കത്തെ ഫൈൻ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് മാത്രം ആ പുള്ളി കയറിയിട്ട് തന്നെ അവർ സ്നാക്സും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് നടന്നത്. ഇവിടെ കുറേ കടകളുണ്ടായിരിക്കും കേട്ടോ. കുറേ കടകളുണ്ടാവും. നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള പല സാധനങ്ങൾ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരവസരമാണ് ഇത്തരത്തിലുള്ള എക്സ്പോ 2020 ആയാലും അതുപോലെ ഗ്ലോബൽ വില്ലേജൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ കുറേ കിട്ടും. ഞാൻ ആദ്യമായിട്ട് ടർക്കിഷിൻ്റെ ഐസ്ക്രീം കഴിച്ചതും അതുപോലെ ചൈനക്കാരുടെ ബോബ ടീ കഴിച്ചതൊക്കെ ഇവിടെ നിന്നാണ്. ഇതിപ്പോൾ ഏത് കൺട്രിയിൽ നിന്നാണ് കഴിച്ചതെന്ന് എനിക്കറിയില്ല. ഒരു സ്നാക്സ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അവർ. ഗ്ലോബൽ വില്ലേജിലായാലും എക്സ്പോ 2020 പോലെയുള്ള അങ്ങനത്തെ സ്ഥലങ്ങളിലായാലും ഓരോ രാജ്യത്തിൽ നിന്നും കുറച്ച് ആൾക്കാർ വന്നിട്ട് അവരുടെ ഷോപ്പ്, അവരുടെ ആ ഒരു രാജ്യത്തിൻ്റേതായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അതിനെ പവലിയൻ എന്നാണ് പറയുക. ഓരോ പവലിയനിലും കയറുമ്പോൾ നമുക്ക് അവിടുത്തെ വസ്ത്രങ്ങൾ മേടിക്കാൻ കിട്ടും, ജ്വല്ലേഴ്സ് മേടിക്കാൻ കിട്ടും. പിന്നെ അങ്ങനെ എന്താ ഷോക്കേസ് ഐറ്റംസ്, ആ രാജ്യത്ത് എന്തൊക്കെയാണോ നല്ല പേര് കേട്ടിട്ടുള്ളത് അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ എക്സ്പോ 2020 പോയിട്ടുണ്ടായിരുന്നു. 5 വർഷത്തിലൊരിക്കൽ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഗ്ലോബൽ വില്ലേജ് എല്ലാ വർഷവും ദുബായിൽ നടക്കുന്നതാണ്. എക്സ്പോ 2020 അങ്ങനെയല്ല. 5 വർഷത്തിലെ ദുബായിൽ ആദ്യമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഇനി ഏത് സ്ഥലത്താണെന്നും കൂടി എനിക്കറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞങ്ങൾ 2 പ്രാവശ്യം, ഒരു വട്ടം ലീവ് എടുത്തു പോയി, ഒരു വട്ടം അല്ലാതെ സാറ്റർഡേ സൺഡേ ആയിട്ട് പോയി. ഒരു 50 കൺട്രീസ് വിസിറ്റ് ചെയ്തു. അവിടുത്തെ ഫുഡും കാര്യങ്ങളും അവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഡാൻസും അവരുടെ നാട്ടിലത്തെ എല്ലാ കാര്യങ്ങളും അവർ പ്രസൻറ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ പവലിയൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ കൾച്ചറും കൂടി അവരുടെ ഇടയ്ക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും ആസ് എൻ ഇന്ത്യൻ. അതുപോലെ കുറേ സാധനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എക്സ്പോ 2020 ഒക്കെ പോയിട്ട് ലോകത്തിൽ കുറേ ഐറ്റംസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. മൊറാക്കോത്തെ ചായ കുടിച്ചിട്ടുണ്ട്, കെനിയത്തെ ടീ കുടിച്ചിട്ടുണ്ട്, ക്രോഷ്യൻസ് എന്നൊക്കെ പറയുന്ന സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ നാടിൻ്റെ കാര്യങ്ങൾ, കൾച്ചർ, അവരുടെ ഭൂപ്രദേശം എങ്ങനെയാണ്, കുറേ ഹിസ്റ്റോറി, ജോഗ്രഫി, അങ്ങനെ കാര്യങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഫേമസ് സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിൽ എപ്പോഴും ഓരോ കൺട്രീസിൻ്റെ ഡാൻസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ കുട്ടികൾക്കുള്ള സ്ഥലമുണ്ട്, ഗെയിം സെക്ഷൻ ഉണ്ട്. ലാസ്റ്റ് ചെന്നെത്തുന്നത് ഗെയിമിൻ്റെ സെക്ഷനിലേക്കാണ്. അവിടെ നമ്മൾ പൈസ കൊടുത്ത് നമ്മുടെ മോളുകളിലൊക്കെ കാണുന്ന പോലത്തെ കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗെയിംസ് കളിച്ച് അതിൽ നിന്ന് വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അതേപോലെ തന്നെ സ്റ്റേജിലല്ലാതെ തന്നെ ഓരോ പവലിയൻ്റെ അടുത്തായിട്ടോ അല്ലെങ്കിൽ റോഡിനടുത്തായിട്ടൊക്കെ ഡാൻസ് ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതും നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇവർ ക്രിസ്മസ് സീസണിലായത് കാരണം പോയത് കാരണം അതിൻ്റേതായിട്ടുള്ള ക്രിസ്മസിൻ്റേതായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ദിവസം തന്നെ കണക്കാക്കിയിട്ട് പോകണം. ഒരുപാട് കാര്യങ്ങൾ കഴിക്കാനുണ്ട്, കാണാനുണ്ട്, കുറേ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും പറഞ്ഞു തീരില്ല. അതാണ് 2 വർഷം പോയ എക്സ്പീരിയൻസും കൂടിയുള്ള കാരണം എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. ഇവരൊരുപാട് സ്ഥലത്തേക്കൊന്നും പോയില്ല. എല്ലാ പവലിയനിലൊന്നും കയറി ഇറങ്ങിയിട്ടില്ല. കാരണം അറിയാലോ, ഓൾറെഡി ദുബായ് മോള് മൊത്തം നടന്നുണ്ടാക്കി. ബുർജ് ഖലീഫയുടെയും ടോപ്പ് വരെ പോയിട്ട് ഒരുപാട് ക്ഷീണിച്ചിട്ടാണ് ഇരിക്കുന്നത്.
പിന്നെ ഇത്രയും വലിയ ഗ്ലോബൽ വില്ലേജ് പോലത്തെ സ്ഥലത്തൊക്കെ എത്തുമ്പോൾ എല്ലാ പവലിയനിലും കയറുക എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്. ഞാനൊക്കെ പോവുകയാണെങ്കിൽ ഒരറ്റത്തുനിന്ന് തുടങ്ങി അങ്ങേ അറ്റം വരെയുള്ള എല്ലാ പവലിയനിലും കയറി ഇറങ്ങും. ചില നേരത്തെ ജോബിച്ചിനും ദേഷ്യം വരും, നിനക്ക് എന്താ അത്ര മാത്രം കാണാനുള്ളത് എന്ന് പറഞ്ഞു. പക്ഷെ അതൊരു രസമല്ലേ. യമനിൽ പോയിട്ടുണ്ടായിരുന്നു. യമനിൽ നിന്ന് തേനീച്ച അടക്കമുള്ള തേൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇപ്രാവശ്യം ജോബിച്ച മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അന്നത്തെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയുക, പറഞ്ഞാൽ തീരില്ല. നിങ്ങൾ ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി അതിനായിട്ട് കണക്ട് ചെയ്യും. എന്തിനാ ഞാൻ ഇത്ര വാത്തോരാതെ പറയണമെന്ന് വിചാരിക്കും നിങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സ്റ്റേജ് ഷോ. അവിടെ നടക്കുന്നത് നമ്മുടെ നാടിനെ കുറിച്ചിട്ട് തന്നെയായിരുന്നു. കണ്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ ആനയുടെ ചിത്രമൊക്കെ കൊടുത്ത് ആ ഒരു പാട്ടിലൂടെ അല്ലെങ്കിൽ ആ ഒരു വിഷനിൽ കൂടെ ആ ഒരു കൺട്രീനെ കുറിച്ചിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ എടുത്തു പറയാം. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷമായി. അന്ന് ഞങ്ങൾ പോയപ്പോൾ ജാപ്പനീസുകാരുടെയും ചൈനക്കാരുടെയും ഒക്കെ ആയിരുന്നു ഡാൻസും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് നമ്മുടെ ഇന്ത്യൻസിനെ കുറിച്ചിട്ടായിരുന്നു. നമ്മുടെ മൂവിയിലെ പാട്ടുകളും കൂടുതൽ എപ്പോഴും ഫെമിലിയർ ആയിട്ടുള്ള പാട്ടുകളൊക്കെ ആണെങ്കിൽ അതും അവർ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഒരു മരം അന്നും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ കൊല്ലവും ഈ ഒരു മരം ഉണ്ടാവാറുണ്ട്. ഇതുവരെ കീപ്പ് ചെയ്യണതാണെന്ന് തോന്നുന്നു. ഇയർ എൻഡ് ആവുമ്പോൾ ഫെബ്രുവരി എന്ന് തോന്നുന്നു. ഇപ്പോൾ ഫെബ്രുവരി വരെ ഉണ്ടാവും ഈ ഒരു സീസൺ. 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു സീസൺ അവർ സ്റ്റാർട്ട് ചെയ്യും. എല്ലാ രാജ്യത്തു നിന്ന് ആൾക്കാർ വന്ന് സെയിലും കാര്യങ്ങളൊക്കെ നടത്തും. പിന്നെ കുറേ വിസിറ്റേഴ്സ് ഉണ്ടാവും. ഗ്ലോബൽ വില്ലേജിലാണെങ്കിൽ ഒരു പാസ്പോർട്ട് പോലത്തെ ഒരു സംഭവമുണ്ട്. നമ്മളത് കൗണ്ടറിൽ പോയി മേടിച്ച് കഴിഞ്ഞാൽ ഓരോ പവനയിൽ കയറി ഇറങ്ങുമ്പോഴും ഓരോ കൺട്രീസിൻ്റെ സീല് കിട്ടും. ദ സെയിം തിങ് എക്സ്പോ 2020 പോയപ്പോൾ നമ്മൾ പാസ്പോർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കയറിയിട്ടുള്ള 48 കൺട്രീസിലെ സീല് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് ദുബായി പോവുകയാണെങ്കിൽ UAEൻ്റെ സീല് വെക്കില്ലേ, നമ്മൾ തിരിച്ച് ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയുടെ സീല് വെക്കും നമ്മുടെ പാസ്പോർട്ടിൽ. അതേപോലെ തന്നെ എക്സ്പോ 2020 ഒരു പാസ്പോർട്ടിനകത്ത് ഞാൻ കയറിയിട്ടുള്ള 48 രാജ്യത്തിൻ്റെ സീല് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നീടാണ് അറിഞ്ഞത് ഗ്ലോബൽ വില്ലേജിലും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മളൊരു പാസ്പോർട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ കയറിയിട്ടുള്ള പവലിയനിലൊക്കെ കൺട്രിയുടെ സീല് നമുക്ക് കിട്ടും എന്നുള്ളത്. അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ സീലടിച്ച് തരും. അതൊക്കെ എന്ത് രസമാണല്ലേ. നമുക്കൊക്കെ ലൈഫിൽ കവർ ചെയ്യാൻ പറ്റും ഈ 48 രാജ്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷത്തിൻ്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങളൊക്കെ പോയാനും കാണാനൊക്കെ പറ്റിയത്. അപ്പോൾ ഇതാണ് ചൈന. കഴിഞ്ഞ പ്രാവശ്യം ഇതേ പവലിയനിൽ പോയിട്ടാണ് ഞാൻ ബോബാ ടീ കഴിച്ചത്. അതിനുശേഷം ഞാനിവിടെ ഇപ്പോൾ ബാംഗ്ലൂർ വന്നപ്പോൾ 1-2 വട്ടം കഴിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഫസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും ബെസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു മെമ്മറീസ് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി എനിക്കിത് കണ്ടപ്പോൾ. സത്യം പറഞ്ഞാൽ മിസ് ചെയ്തു. ഞാനില്ലാതെ പോകുമ്പോൾ എനിക്കെപ്പോഴും ജലസ് അല്ല കേട്ടോ, ഒരു സങ്കടമാണ്. നമ്മൾ പോയ വഴികളും നമ്മൾ കണ്ട സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും എനിക്ക് അയ്യോ ഞാനില്ലല്ലോ എന്നുള്ളൊരു തോന്നലാണ്. പിന്നെ റെയിൽവേ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഞാൻ ആദ്യമായിട്ട് നീരാളി, അതുപോലെ ഓയിസ്റ്ററൊക്കെ ഇല്ലേ, നമ്മുടെ മിസ്റ്റർ ബീനിലെ ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കഴിക്കണതും മിസ്റ്റർ ബീൻ ഇഷ്ടപ്പെടാതെ തുപ്പണതൊക്കെ ആയിട്ടുള്ള ഓയിസ്റ്റർ, അതുപോലെ നീരാളീനെയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചതൊക്കെ കണ്ടിട്ട് എൻ്റെ പൊന്നോ അവിടെ എത്തുമ്പോൾ ഒരു സ്മെല്ലും അതൊക്കെ കഴിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അതിലും കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ലാസ്റ്റുള്ള ഗെയിം സെക്ഷൻ അതും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് പറ്റിയില്ല, ആദ്യത്തെ വർഷം പോകുമ്പോൾ നമുക്ക് പറ്റിയില്ല. എന്നിട്ട് രണ്ടാമത്തെ വർഷം എനിക്ക് ജോബിച്ച് അതിൻ്റെ കാർഡ് എടുത്ത് തന്നു. ഞങ്ങൾ ഗെയിംസൊക്കെ കളിച്ച് 1-2 കുഞ്ഞ് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ നാട്ടിലെ കല്ലുംപുറത്ത് ജോബിച്ചിൻ്റെ വീട്ടിലെ ഷെൽഫിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ള മണലിൽ തീർത്തിട്ടുള്ള മണലിൽ നമ്മൾ ആർട്ട് ചെയ്യില്ലേ, അതൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ ഷെൽഫിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ യാത്രകളുടെ ഓർമ്മകളായിട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്ത്യൻ പവലിയൻ. ഇതിനകത്ത് കേരളീസിനെ സംബന്ധിച്ച് ഞാൻ കയറിയപ്പോൾ ആദ്യം തിരഞ്ഞത് സെറ്റ് സാരിയാണ്. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അവരങ്ങനെ ഒന്നും ശ്രദ്ധിച്ചുണ്ടാവാൻ സാധ്യതയില്ല. സെറ്റ് സാരി ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിയത്. അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഹിന്ദിക്കാരൊക്കെ ഇടുന്ന ചെരുപ്പ്, അവരുടെ ഗുജറാത്തിക്കാരുടെ വസ്ത്രങ്ങൾ, മാലകൾ, സിൽവർ ടൈപ്പ്, അങ്ങനത്തെ ടെമ്പിൾ ജ്വല്ലറീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങൾ, ആനയുടെ നെറ്റിപ്പട്ടൊക്കെ ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു കേട്ടോ. കേരളത്തിൻ്റെ മാത്രമല്ല മൊത്തത്തിലുള്ള ഇന്ത്യയുടെയിലാണ്. പക്ഷെ എന്നാലും ഞാനൊരു സെറ്റ് സാരി അവിടെ ഒരുപാട് ആഗ്രഹിച്ചു പോയി. എന്തേ അതവിടെ ഉണ്ടാവാതിരുന്നേ എന്നുള്ളൊരു ഫീലിങ്സ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം തോന്നിയിട്ടുണ്ടായിരുന്നു.
കുങ്കുമപ്പൂ പോലെയുള്ള നല്ല നല്ല സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ. ആ നാട്ടിലത്തെ സുഗന്ധദ്രവ്യ വസ്തുക്കളൊക്കെ ഇല്ലേ, ഓരോരോ രാജ്യങ്ങളിലും അവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാവും. കുങ്കുമപ്പൂവിനൊക്കെ വേണ്ടിയിട്ട് തന്നെ ഷോപ്പുകൾ വരെ ഉണ്ടാവും. നമ്മൾ സ്വർണം വാങ്ങിക്കുന്ന പോലെ ഗ്രാമിനൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. ആ കുങ്കുമത്തിൻ്റെ ഷോപ്പ് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. നല്ല സ്മെല്ലും അതുപോലെ തന്നെ നല്ല എന്താ പറയുക, സാഫ്രോൺ കുങ്കുമപ്പൂ ഇരിക്കുന്നത് കാണുന്നതിൻ്റെ ഒരു ഭംഗിയും അത് വേറെ ലെവൽ തന്നെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ യമൻ്റെ പവലിയൻ. അവിടെ നിന്നാണ് നമ്മൾ തേൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നട്ട്സിൻ്റെ തേൻ ഉണ്ടായിരിക്കും, അതുപോലെ ശരിക്കുള്ള തേനീച്ചക്കൂട് വരെ അവരവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരിക്കും. ആ കള്ളി പോലത്തെ തേനീച്ചക്കൂടിൽ നിന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണ പോലത്തെ അല്ലെങ്കിൽ തേനീച്ചയോട് കൂടിയിട്ടുള്ള തേനൊക്കെ കിട്ടും. അതൊരു സെപ്പറേറ്റ് സംഭവം തന്നെയാണ് കേട്ടോ. നല്ല കട്ടിയുള്ളത് നമ്മൾ ചെറിയൊരു സ്പൂണ് വെച്ചിട്ടുണ്ടാവും. ഞങ്ങൾ എന്നും അടിയായിരുന്നു പിന്നെ അത് കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്. നട്ട്സൊക്കെ ഇട്ടിട്ടുള്ളത് ഉണ്ടാവും കേട്ടോ. അണ്ടിപ്പരിപ്പ് മാത്രമുള്ളത്, ബദാം മാത്രമുള്ളത്, പിസ്ത മാത്രമുള്ളത്, എല്ലാ നട്ട്സും കൂടിയിട്ടുള്ളത്, അങ്ങനെ വെറൈറ്റി തേൻ ഉണ്ടായിരിക്കും. ഈ ഒരു ഷോപ്പിൻ്റെ ചുറ്റും ഇരിക്കുന്നത് മുഴുവൻ വെവ്വേറെ തരത്തിലുള്ള തേനുകളാണ്. പിന്നെ അവരിതുപോലെ പിന്നെയും ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഫുഡല്ല, സ്നാക്സ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസ്, ലോഡഡ് ഫ്രൈസ്, അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവരൊന്നും അങ്ങനെ വീഡിയോയിൽ വരാത്ത ആൾക്കാരാണ് കേട്ടോ. എല്ലാവരോടും സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് പറയിപ്പിച്ചതാണെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാവരും അടിച്ചു പൊളിച്ച് പോയി വന്നു എന്ന് തോന്നുന്നു വീഡിയോസൊക്കെ കാണുമ്പോൾ. ജോബിച്ചപ്പോൾ 11 വർഷമായി ദുബായിലെ. അതിലൊരു ചേട്ടൻ ഒരുപാട് വർഷമായിട്ട് കൂടെ ഉള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ കണ്ട 3 പേരും മലയാളീസ് തന്നെയാണ്. എല്ലാവരും കൂടെ വർക്ക് ചെയ്യുന്നവർ തന്നെയാണ്. പിന്നെ കുറച്ചധികം പാകിസ്ഥാനികളുണ്ട് കൂടെ. അവരേനെയും പേരൊക്കെ വെച്ച് എന്നെ അറിയാം. ഇടയ്ക്ക് വീഡിയോ കോൾ വിളിക്കുമ്പോൾ ഹായ് ബൈ ഒക്കെ പറയാറുണ്ട്. ഹിന്ദിയിൽ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. പിന്നെ ഞാൻ നേരിട്ട് പോകുമ്പോൾ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു, ഫ്രീസർ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാലത്തെ പരിചയം ഉണ്ടെന്ന് പറയാം എല്ലാവരേനായിട്ടും. പിന്നെ അവരുടെ കൂടെയാകുമ്പോൾ ആൾ സേഫാണ്, ഹാപ്പിയാണ്. ഒരുപാട് വർഷം കൂടെ ഉള്ളതല്ലേ, അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും എനിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ അവർ നടന്ന് അവസാനം ഗെയിംസിൻ്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു വട്ടം ഇവിടെ നിന്ന് കാർഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ആ കാർഡിൽ റീചാർജ് ചെയ്താൽ മതി. നമ്മൾ ഫോൺ റീചാർജ് ചെയ്യുന്ന പോലെ, നമ്മൾ മോളിലൊക്കെ എടുക്കുന്ന കാർഡ് റീചാർജ് ചെയ്യുന്ന പോലെ ആ കാർഡിൽ എത്ര വട്ടം വേണമെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അവിടുത്തെ ഗെയിംസിലൊക്കെ കയറാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ആ ഉള്ളില് പറഞ്ഞോണ്ടിരിക്കണ്ടല്ലേ. ദുബായിനെ സംബന്ധിച്ച് എൻ്റെ ഒപ്പീനിയനിൽ എനിക്ക് പറയുകയാണെങ്കിൽ രാത്രി പകൽ എന്ന് പറയുന്നത് രണ്ട് എക്സ്റ്റെൻഡ് ആണ്. രാവിലെകളിൽ നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ അവിടുത്തെ ഓരോ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻസും റോഡിൻ്റെ ഭംഗിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് വേറൊരു ലോകമാണ്. പക്ഷെ രാത്രി നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ ഓരോ ബിൽഡിംഗ് ആണെങ്കിലും റോഡാണെങ്കിലും ഒക്കെ ലൈറ്റും കാര്യങ്ങളും വെച്ച് അലങ്കരിച്ചത് കണ്ടു കഴിഞ്ഞാൽ കണ്ണ് ബൾബാവും. ചുമ്മാ നിൽക്കണ ഒരു മരം പോലെ അവർ വെറുതെ വിടില്ല. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ട് അതും കൂടി ഒരു ഷോ പീസായിട്ട് വെക്കും. അതിൻ്റെ കാര്യത്തിൽ വേറെ ലെവൽ തന്നെയാണ്. ഇപ്പം നമ്മൾ വൈകുന്നേരം ഇവിടെ വന്നിട്ട് കണ്ട പവലിയനും അല്ലെങ്കിൽ ഈ ഒരു ഗ്ലോബൽ വില്ലേജിൻ്റെ ലുക്കും രാത്രിയിലുള്ള ലുക്കും കൂടിയിട്ടൊന്ന് നോക്കി നോക്കിയേ. ഓരോ പവലിയനിലും ലൈറ്റും കാര്യങ്ങളും എല്ലാം ആവുമ്പോൾ എന്താ പറയുക, അതിലുള്ള വെള്ളച്ചാട്ടങ്ങളായാലും ഫൗണ്ടെയിൻസ് ആയാലും ഒക്കെ ലൈറ്റും സൗണ്ടോടും കൂടിയിട്ടാണ് അവർ സെറ്റ് ചെയ്യുന്നത്. ഒരു സൈൻ ബോർഡ് പോലും അത്രയും ഭംഗിയാക്കിയിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്യണത്. അപ്പം അതിൻ്റെ ഒരു ലുക്ക് തന്നെ വേറെയാണ്. രാത്രിയാവുമ്പോൾ നമ്മൾ കണ്ട കാഴ്ചകളെല്ലാം വേറെ രീതിയിലേക്ക്, വേറെ തലത്തിലേക്ക് പോകും. നമ്മൾ കണ്ട കാഴ്ചകൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു മടുപ്പും ഒരിക്കലും വരില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ രാത്രിയായി, രാത്രി ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ പവലിയനും കുറച്ചും കൂടി എനർജറ്റിക് ആയി. ദുബായിൽ രാത്രി എന്ന് പറഞ്ഞ സാധനം ഇല്ല. ശരിക്കും ലൈറ്റ് മങ്ങണമെന്നേ ഉള്ളൂ, നാച്ചുറൽ ലൈറ്റ് മങ്ങണമെന്നേ ഉള്ളൂ. ഷോപ്സൊക്കെ ഓപ്പൺ ആയിരിക്കും. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ക്യാബായാലും ബസ്സായാലും മെട്രോ ആയാലും ഒക്കെ ഉണ്ടായിരിക്കും. ഫുൾ ഓണാണ്. എപ്പോഴും ഒരു ലോകത്തിൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നതും വിസിറ്റേഴ്സ് അട്രാക്ഷൻ എന്ന് പറയാനുള്ളതിൻ്റെയും കാരണം അത് തന്നെയാണ്. എപ്പോഴും ഫുൾ ഓണാണ്, ഫുൾ മൂഡ്, ഫുൾ വൈബാണ്. പക്ഷേ ഇത് ഇപ്പോൾ പറഞ്ഞ പോലെ
എന്താ പറയുക, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ദുബായ് എന്ന് പറയുന്നത്, സെൻട്രൽ പോയിന്റ്. നമ്മുടെ നാട്ടിലെ പോലെ മലയും കുന്നും കാടൊക്കെ ഉള്ള ഭാഗങ്ങൾ ഇവിടെയുണ്ട്, മരുഭൂമി പ്രദേശങ്ങളുണ്ട്, അതിന് വേറൊരു ഭംഗിയാണ്. അങ്ങനെ അത്രയൊക്കെ കണ്ട് നടന്ന് ഇറ്റ് ലാസ്റ്റ് അവർ എക്സിറ്റ് എത്തി. ഇനി തിരിച്ചു പോവാണ്. വർഷത്തിലൊരിക്കലുള്ള അവരുടെ ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിയാൻ പോവാണ്. ഈ ഒരു ദിവസം അവർ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടാവും. അല്ലാത്ത 364 ദിവസവും അവർ വർക്കും കാര്യങ്ങളുമായിട്ട് നടക്കുകയാണ്. വർഷത്തിലൊരിക്കലാണ് ഫാമിലി ആയിട്ടുള്ള ഗ്യാതറിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം കമ്പനി ഇങ്ങനെ ഒരു കാര്യം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. വർഷത്തിലൊരിക്കൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് പുറത്ത് പോവുക, ഒന്ന് ചില്ലാവുക, തിരിച്ചു വരിക എന്നുള്ളൊരു ഓപ്ഷൻ അവർക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു ദിവസം അവർ നല്ല അടിച്ചു പൊളിച്ച് ഗംഭീരമായിട്ട് പോയി വന്നിട്ടുണ്ട്. ഇനി അടുത്തത് വണ്ടി കയറാൻ പോവുകയാണ്. നേരെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു നേരത്തെ ഫുഡും കഴിച്ചിട്ട് പഴയ പോലെ സാധാരണ ഹോസ്റ്റൽ മുറിയിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ എല്ലാവരും അവരവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെയാണ് ഓർഡർ ചെയ്തിട്ട്, നമ്മുടെ ആൾ പിന്നെ തന്തൂരി ചിക്കനും ഗ്രിൽ ചിക്കനൊക്കെ കഴിച്ച് ഒരു സൈഡായിട്ടുണ്ട്. അത് പിന്നെ എവിടെ പോയാലും അങ്ങനെയാണല്ലോ, നമുക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസിനോടാണ്. അപ്പോൾ പോയി വന്നിട്ട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.